നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ 2017 ഫെബ്രുവരി 23-നാണ് പൾസർ സുനി അങ്കമാലി ചീഫ് മജിസ്ട്രേറ്റിനു മുന്നിൽ കീഴടങ്ങുന്നത്. 2020 ജനുവരി 6-നാണ് കേസിന്റെ വിചാരണയ്ക്ക് തുടക്കമാവുന്നത്. വിചാരണ വൈകുന്നത് നീതിപൂർവമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പൾസർ സുനിക്ക് സുപ്രീം കോടതി ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. ഫെബ്രുവരി 17-നാണ് എറണാകുളത്ത് വെച്ച് യുവനടിയെ തട്ടിക്കൊണ്ടുപോയി ഓടുന്ന കാറിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ആരോപണമുയർന്നത്. ഫെബ്രുവരി 19-നാണ് 7 പേർ പിടിയിലായത്. ഫെബ്രുവരി 23-ന് മുഖ്യപ്രതി പൾസർ സുനിയും മറ്റൊരു പ്രതി വിജീഷും എറണാകുളം അങ്കമാലി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റിന് മുന്നിൽ കീഴടങ്ങുന്നതിന് ഒരു ദിവസം മുൻപ് ലൈംഗികാതിക്രമത്തിന്റെ ദൃശ്യങ്ങളടങ്ങിയതെന്ന് കരുതപ്പെടുന്ന ഒരു മെമ്മറി കാർഡും മൊബൈൽ ഫോണും മാജിസ്ട്രേറ്റിന് കൈമാറിയിരുന്നു. സിനിമാ രംഗത്ത് പല താരങ്ങളുടെയും ഡ്രൈവറായി പ്രവർത്തിച്ച സുനിൽകുമാർ എന്ന പൾസർ സുനിക്ക് സിനിമാ മേഖലയിലെ പലരുമായും അടുത്ത ബന്ധമുണ്ടെന്ന് ആരോപണമുയർന്നിരുന്നു. 2017 ഏപ്രിൽ 18-ന് പൾസർ സുനിയെയും 6 പേരെയും പ്രതികളാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 2017 ജൂൺ 23-ന് കുറ്റകൃത്യത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ തന്നോട് സുനി പങ്കുവച്ചുവെന്ന് കാക്കനാട് ജയിലിലെ സഹതടവുകാരനായ ജിൻസൺ പോലീസിനോട് വ്യക്തമാക്കി. 2017 ജൂൺ 24-ന് നടൻ ദിലീപിന് പൾസർ സുനി അയച്ച കത്ത് പുറത്തു വന്നതിനെ തുടർന്ന് ദിലീപിന്റെ സുഹൃത്ത് നാദിർഷയും സുനിയുടെ പരിചയക്കാരനായ ഒരാൾ കേസിലേക്ക് വലിച്ചിഴയ്ക്കാതിരിക്കാൻ തങ്ങളോട് 1.5 കോടി രൂപ ആവശ്യപ്പെട്ടുവെന്ന് ഒരു ചാനലിലൂടെ അവകാശപ്പെട്ടു. തനിക്ക് പൾസർ സുനിയെ അറിയില്ല എന്നായിരുന്നു ദിലീപിന്റെ അവകാശവാദം. 2017 ജൂലൈ 10-ന് ദിലീപിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തെങ്കിലും 2017 ഒക്ടോബർ 3-ന് ജാമ്യം ലഭിച്ചു. കേസിൽ വമ്പൻ സ്രാവുകൾ ഇനിയും പിടിയിലാകാനുണ്ടെന്ന പൾസർ സുനിയുടെ പരാമർശവും മാഡം പരാമർശവും ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. 2020 ജാനുവരി 6-ന് വിചാരണ കോടതി പൾസർ സുനിക്കും ദിലീപിനും മറ്റുള്ളവർക്കുമെതിരെ കുറ്റം ചാർത്തി വിചാരണ തുടങ്ങി. വിചാരണ അനിശ്ചിതമായി നീളുന്നത് നീതിപൂർവകമല്ലെന്ന് ചൂണ്ടിക്കാട്ടി പൾസർ സുനിക്ക് 2024 സെപ്റ്റംബർ 17-ന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. റിസർച്ച് ഡെസ്ക് 24.